ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫസീസ് ഗാലറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു ചായ പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഈ സോയ ചങ്ക്സ് പല വലുപ്പത്തിൽ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ കടകളിൽ കിട്ടുന്ന ഇതേപോലെയുള്ള വലുപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഇത് പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ഇതിനകത്ത് ഫാറ്റ് തീരെ അടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകുമോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യ ആഹാരമാണെന്ന് പറയാം സോയ ചങ്ക്സ്. ഞാനിവിടെ ഏകദേശം 200 ഗ്രാമോളം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വെച്ച് വേവിക്കാവുന്നതാണ്. ഞാനിപ്പോൾ സാധാരണ വേവിക്കുന്നത് പോലെ അടുപ്പിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങും കൂടി വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിതവിടെ ഒന്ന് ഒരു സ്ട്രെയിനറിലോട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിനകത്ത് മുളക് പൊടി ചേർക്കേണ്ടതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരല്പം മുളക് പൊടി കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എരിവൊന്നും അധികം വേണ്ടാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു അല്പം പോലും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം മൈദമാവ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ സോയാബീൻ ഇവിടെ ഇതേപോലെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴേക്കാണ് നമുക്കിത് കോരിയെടുക്കേണ്ടത്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് പൊടികളൊക്കെ ചേർത്ത് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കയ്യിലൊരല്പം എണ്ണ തടവിയതിന് ശേഷം അതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുക്കുക. അത് നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു സോയ ചങ്ക്സ് വറുത്ത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ആ സോയ ചങ്ക്സിനെ ഒന്ന് ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഉരുളയാക്കിയെടുക്കാം. അങ്ങനെ എല്ലാം ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരാം. അപ്പം എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാനിവിടെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.